ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നോർത്ത് ഈസ്റ്റ് ട്രാവൽ സീരീസ്, മേഘാലയ ട്രാവൽ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് നമ്മൾ സെവൻ സിസ്റ്റർ വാട്ടർഫാൾ കണ്ട് ഇവിടെ നിന്ന് നേരെ എയർപോർട്ട് പോയി ഇൻഡിഗോ ആണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇൻഡിഗോ വഴി നാട്ടിലേക്ക് പോകും. കോയമ്പത്തൂർ വഴിയുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെവൻ സിസ്റ്റർ വാട്ടർഫാൾ എന്നുള്ള ഒരു അടിപൊളി വാട്ടർഫാളാണ്. പക്ഷേ മഴ കുറവായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് എന്നാണ് നമ്മുടെ ഡ്രൈവറൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ കാണാം. മഴമേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുന്നത് കൊണ്ട് ആ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ മഴ ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ കുറവാണ്. ചിറാപുഞ്ചി ഈ ഭാഗത്തൊക്കെ കുറവാണ്. പിന്നെ ഇതാ കണ്ടോ, ഈ ഒരു ആൾട്ടോകളുടെ കാഴ്ചകൾ ഇവിടെ സ്ഥിരമാണ്. ആൾട്ടോകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ജനപ്രിയ വണ്ടിയാണ്. ഒരു രക്ഷയില്ല, എവിടെ നോക്കിയാലും ആൾട്ടോസാണ്. അപ്പോൾ എന്തായാലും അത് നല്ല പ്രൈവറ്റ് വണ്ടി, ഇതൊക്കെ ടാക്സികളാണ്. പ്രൈവറ്റ് വണ്ടീസൊക്കെ നല്ലപോലെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളി സ്റ്റൈലിഷായി കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ ലൈൻ ഡിസിപ്ലിൻ, റോഡിലുള്ള ആക്സിഡൻറ്റ്സ് അതൊക്കെ വളരെ കുറവാണ്. ലൈൻ ഡിസിപ്ലിനൊക്കെ നല്ലപോലെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എത്ര ടൂറിസ്റ്റ് വന്നാലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് ആയി വന്നാൽ പോലും ആക്സിഡൻറ്റ്സ് വളരെ കുറവുള്ളൊരു ഏരിയയാണ്. ഇത്രയും ഹില്ലി ഏരിയ ആയിട്ട് കൂടി നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ റോഡ് ഡിസിപ്ലിൻ തീരെ നമ്മുടെ ആൾക്കാർ പാലിക്കാറില്ല. അതൊക്കെ ഇവിടെ വന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. അതൊക്കെ പോട്ടെ, ആൾക്കാർ കണ്ട് മെച്ചപ്പെട്ട് പഠിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഇതേപോലെ തന്നെയാണ് ഭൂട്ടാനിലൊക്കെ കറക്റ്റ് ലൈൻ ഡിസിപ്ലിനാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സെവൻ സിസ്റ്റർ വാട്ടർഫാൾസ് കാണാനാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ടൊരു സോളോ ട്രിപ്പ് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. കാരണം വീഡിയോ എടുക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കുന്നത് കൊണ്ടും ഞാൻ ആദ്യമായിട്ടാണ് ഒരു സോളോ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫാളിൻ്റെ ശരിക്കുള്ള പേര്. നോൺ സ്റ്റിക്കാങ് വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ നാടൻ പേരാണ് സെവൻ സിസ്റ്റർ വാട്ടർഫാൾ. അപ്പോൾ എല്ലാവരും ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണും. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. വെള്ളമൊക്കെ വളരെ കുറവാണ്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും. അപ്പോൾ എല്ലാവരും മഴക്കാലത്ത് വരാൻ നോക്കുക. അപ്പോൾ ആ കാഴ്ചകളെ കണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഹോഴ്സ് റൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ഇതേപോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് പതിവ് പോലെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ബാർഗൈനൊക്കെ ചെയ്ത് മേടിക്കുക. ഞാനൊരു കീ ചെയിൻ അങ്ങനെയുള്ള 2-3 സാധനങ്ങൾ മേടിച്ചു. നിങ്ങൾ അത്യാവശ്യം ബാർഗൈനൊക്കെ ചെയ്ത് മേടിക്കാൻ പറ്റുമെങ്കിൽ പോകുക. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. മേഘാലയക്ക് സ്വന്തമായ എയർപോർട്ട് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടത് ആസാം എയർപോർട്ടിലേക്കാണ്. ഏകദേശം 2 മണിക്കൂർ ജേണി ഉണ്ട്. പക്ഷേ ആ 2 മണിക്കൂർ ജേണിയുടെ ഇടയിൽ ഒരു സംഭവമുണ്ട്. അവിടെ നമ്മുടെ 1 മണിക്കൂർ സമയം പോകും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. അതെന്താ സംഭവം എന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇപ്പോൾ ദാ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് പോകുന്നൊരു ടൈമാണ് 4 മണിക്ക്. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു, നോസ്റ്റാൾജിയ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഒരു നീല നിറത്തിൽ പൂവുള്ളൊരു മരം കാണാനുണ്ട്. ഇത് എന്ത് മരമാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. എനിക്ക് ഈ മരത്തിൻ്റെ പേരറിയില്ല, നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത്യാവശ്യം സോളോ ട്രിപ്പ് വന്നതിൻ്റെ ക്ഷീണം മുഖത്ത് കാണാനുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളത് എൻജോയ് ചെയ്ത് നമ്മൾ അതിൻ്റെ ആ ഒരു വൈബിൽ പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. പുതിയ ആൾക്കാരെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അതുപോലെ ഞാൻ പരിചയപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പുതിയ ബന്ധങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയ ഇതൊരു ബന്ധമാണ് നമ്മുടെ ഈ ഒരു ഡ്രൈവർ ചേട്ടൻ. ആൾ ബീഹാറിയാണ്, പക്ഷേ നല്ലൊരു പേഴ്സണാലിറ്റിയാണ് ആൾ. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ആസാമിൽ നിന്ന് ഇവിടെ മേഘാലയ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഓട്ടമില്ലാതെ അങ്ങോട്ട് പോയിട്ട് ഇവർക്ക് കാര്യമില്ല. അപ്പോൾ അവർ എന്തെങ്കിലും ഓട്ടം കിട്ടുന്നവരെ ഇവിടെ കിടക്കും. അപ്പോൾ ഇന്നലെ ഭക്ഷണം കഴിച്ചതാണെന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. ഭക്ഷണമൊന്നും ഇല്ല, അതായത് മൊത്തത്തിൽ ഓട്ടമേ ഇല്ല. അപ്പോൾ
ഉള്ള നേരം റെസ്റ്റ് ചെയ്യും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. ഓരോരുത്തരുടെ ഓരോ ജീവിതത്തിൻ്റെ ഭാഗങ്ങളല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അടുത്തത് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ട്രാഫിക്കിൽ നിന്ന് നമ്മൾ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് നമ്മുടെ ഇവിടെ നിന്ന് വരുമ്പോൾ ഈ മേഘാലയ ആസാം റോഡിൻ്റെ ഇടയിലൊരു ബ്രിഡ്ജുണ്ട്. മേഘാലയ അടുത്ത് തന്നെയാണ് ഇത്. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തെങ്ങോ നിർമ്മിച്ച പഴയൊരു ബ്രിഡ്ജാണ്. അത് വൺ സൈഡ് വീക്കാണ്. അപ്പോൾ പുതിയ ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് മാത്രമേ വണ്ടികൾ നമുക്ക് കടത്തി വിടുള്ളൂ. നല്ല സ്ട്രിക്റ്റാണ്, ഒരു രക്ഷയില്ല. എന്തൊക്കെ ചെയ്തിട്ടും വേറൊരു വണ്ടികളും വിടില്ല. ഇൻ കേസ് എമർജൻസി ആംബുലൻസസ് മാത്രമേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കടത്തി വിടുള്ളൂ. വേറെ ഒരു വണ്ടികളും വിടില്ല. കാരണം ആ ബ്രിഡ്ജ് വീക്കാണ്. അപ്പോൾ അത്രയും വലിയൊരു ട്രാഫിക്കാണ്. ഇത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഏകദേശം 2 മണിക്കൂർ ജേണി കാണിക്കുള്ളൂ ആസാം ടു മേഘാലയ. പക്ഷേ ഈ ഒരു ബ്ലോക്ക് മാപ്പ് കാണിക്കില്ല. അവിടെ റെഡ് കളറേ കാണിക്കുള്ളൂ. ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതേ അവസ്ഥ ഉണ്ടായതാണ്. ഞാനപ്പോൾ വണ്ടിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കമായതുകൊണ്ട് ഞാനപ്പോൾ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. ഈ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എത്ര തിരക്കുണ്ടോ, ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല തിരക്ക് കിട്ടും, നല്ല ബ്ലോക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 1 മണിക്കൂർ നിങ്ങൾ 1.5 മണിക്കൂർ കണക്കാക്കിയിട്ട് വേണം. 1.5 മണിക്കൂർ സുഖമായിട്ട് വണ്ടിയിൽ റെസ്റ്റ് ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എല്ലാ വണ്ടികളും ഓഫാക്കിയിട്ട് ഇടുക ചെയ്യുക. ഇതാണ് ആ ബ്രിഡ്ജ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ ഇനി അടുത്ത വട്ടം വരുമ്പോൾ ഈ ബ്രിഡ്ജ് പണി തീരും എന്ന് വിചാരിക്കുന്നു. കാരണം പണിയൊക്കെ നല്ല സ്പീഡിലാണ് നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പണി തീർന്നു കഴിഞ്ഞാൽ പുതിയ ബ്രിഡ്ജ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് പിന്നെ സുഖമായി നമുക്ക് യാത്രയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മളെന്തായാലും ഇനിയൊരു ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. ആശാൻ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കും സങ്കടം തോന്നി. അപ്പോൾ എന്തായാലും വിശപ്പിൻ്റെ വില നമുക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ 2 പേരും അടിപൊളിയായി ഫുഡ് കഴിച്ചു. മൂപ്പർക്കും നല്ല ഹാപ്പിയാക്കി. മൂപ്പർ ഒരുപാട് നമ്മളെ സന്തോഷിപ്പിച്ചതല്ലേ. അപ്പോൾ ഇനി നേരെ എയർപോർട്ടിലെത്തി. ഇൻഡിഗോ കിടക്കുന്നുണ്ട്. ഇൻഡിഗോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ബസ്സിൽ ഇരുത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇനി അകത്ത് കയറിയിട്ട് കാണാതാണ്ടോ, ബസ്സിൽ ഫുള്ള് കുത്തി നിറച്ചിട്ട് ഇവിടെ കൊടുന്ന് നിർത്തിയിരിക്കുകയാണ്. ഇൻഡിഗോ അകത്ത് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നോർമൽ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് ഒന്നും തരമൊന്നും ഇല്ല അവർ. നമ്മൾ ബസ്സിൽ കയറിയ പോലെ തന്നെയാണ്. കയറിയിരിക്കുക, അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കുക. അതാണ് ഇൻഡിഗോയുടെ ഒരു പതിവ് പരിപാടി. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പൈസ കൊടുത്ത് മേടിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ സ്വന്തം KSRTC ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നാടെത്താറായതിൻ്റെ സന്തോഷം എനിക്ക് നല്ലപോലെ ഉണ്ട്. ഇത് നമ്മുടെ കോയമ്പത്തൂരാണ് കേട്ടോ. കോയമ്പത്തൂർ ഉക്കടം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ബസ് കയറി എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ സ്വന്തം KSRTCയിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇതിപ്പോൾ വാളയാറൊക്കെ എത്താറായിട്ടുണ്ട്. പാലക്കാട് ബോർഡർ എത്തിയിട്ടുണ്ട്. പാലക്കാടിൻ്റെ തെങ്ങുകളും പച്ചപ്പും കള്ളുഷാപ്പുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ പാലക്കാട് കയറി ഇനി നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിയിൽ കൂടെ കൂടുക. കാരണം പുതിയൊരു ചാനലാണ്. നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നവരെ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.